കൂട്ടക്കൊല നടത്തിയ കാര്യം പെൺസുഹൃത്ത് ഫർസാനയോട് ഏറ്റുപറഞ്ഞിരുന്നുവെന്ന് വെഞ്ഞാറമൂട് കൊലപാതക കേസ് പ്രതി അഫാന്റെ മൊഴി. ഇനി എങ്ങനെ ജീവിക്കുമെന്ന് ഫർസാന ചോദിച്ചപ്പോൾ ഫർസാനെ ചുറ്റികയ്ക്ക് അടിച്ചു വീഴ്ത്തുകയായിരുന്നുവെന്ന് പ്രതി പോലീസിന് മൊഴി നൽകി. കടബാധ്യതയ്ക്ക് കാരണം മാതാവാണെന്ന് പിതൃമാതാവ് സൽമാ ബീവി കുറ്റപ്പെടുത്തിയത് വൈരാഗ്യത്തിന് കാരണമായെന്നും അഫാന്റെ മൊഴിയുണ്ട്. അതിനിടെ ദമാമിൽ നിന്നെത്തിയ അഫാന്റെ പിതാവ് അബ്ദുറഹീം ശ്രീഗോകുലം മെഡിക്കൽ കോളേജിലെത്തി. ഉമേഷ് ബാലകൃഷ്ണൻ ശ്രീഗോകുലം മെഡിക്കൽ കോളേജിൽ ചെയ്യുന്നുണ്ട്. ഉമേഷ്, അഫാന്റെ പിതാവ് അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു. എല്ലാം തകർന്ന ഒരു മനുഷ്യൻ അങ്ങോട്ടേക്കുള്ള വരവാണ്. അത് കാഴ്ച, അദ്ദേഹത്തിന് നടന്നു പോകുന്ന കാഴ്ച കാണാൻ തന്നെ വലിയ സങ്കടമാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കണ്ടോ? രണ്ടാമത്തെ കാര്യം ഈ മൊഴിയാണ്. ഈ മൊഴി ഇയാൾ പറയുന്നത് എന്താണ്? അഫാനോട് ആദ്യം ഈ കൂട്ടക്കൊല നടത്തിയ കാര്യം മൊത്തം ഏറ്റു പറഞ്ഞു എന്നൊക്കെയാണ്. അങ്ങനെ അഫാനെ ഈ ഫർസാനെ വധിക്കാൻ ഉദ്ദേശമുണ്ടായിരുന്നില്ലെങ്കിൽ എന്തിനാണ് അഫാന്റെ സഹോദരനെ കുഴിമന്തി വാങ്ങിക്കാൻ വേണ്ടി കടയിലേക്ക് അയച്ചുവിട്ടോടൊന്ന് മാറ്റി നിർത്തിയെന്ന ചോദ്യമൊക്കെ നിൽക്കുന്നുണ്ട്. അഫാൻ പറയുന്നത് പോലീസ് മുഖവിലക്കെടുക്കുന്നുണ്ടോ ഉമേഷ്? ഹഷ്മി, ആദ്യം നമുക്ക് പിതാവിൻ്റെ കാര്യത്തിലേക്ക് വരാം. അബ്ദുൾ റഹീം ഏകദേശം വൈകിട്ട് 7:30 ശേഷമാണ് തിരുവനന്തപുരം എയർപോർട്ടിൽ ദമാമിൽ നിന്ന് എത്തുന്നത്. അതിനുശേഷം നേരെ MLA DK മുരളിയെ കാണാൻ പോകാം എന്നുള്ള നിലപാട് ആദ്യം ഈ ബന്ധുക്കളടക്കമുള്ളവർ പറഞ്ഞെങ്കിലും എനിക്ക് ആശുപത്രിയിലെത്തി ഷെമിയെ കാണണമെന്ന് ഇദ്ദേഹം പറയുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്പം മുൻപ് ഈ ഗോകുലം മെഡിക്കൽ കോളേജിൽ അബ്ദുൾ റഹീം എത്തിയത്. ഇതിനുശേഷം ഇനി പാങ്ങോടാണ് അബ്ദുൾ റഹീമിൻ്റെ കുടുംബ വീട്. അങ്ങോട്ടേക്ക് പോകും. അവിടെയാണ് ഉമ്മയെയും സഹോദരനെയും സഹോദരൻ്റെ ഭാര്യയെയും അടക്കിയിരിക്കുന്നത്, മകനെ അടക്കം അടക്കിയിരിക്കുന്നത് ജുമാ മസ്ജിദിലാണ്. അവിടേക്കും പോകും. അദ്ദേഹം പൂർണ്ണമായി തകർന്ന നിലയിലാണ്. അദ്ദേഹത്തിന് കഴിഞ്ഞ 2 ദിവസമായി ഭക്ഷണം പോലും കഴിക്കാതെ അവിടെ കഴിയുകയായിരുന്നു എന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടവർ നമ്മളോട് പറഞ്ഞത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രതികരണം പോലും എടുക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് പ്രതികരിക്കാനൊന്നും കഴിയില്ല. ആ ഒരു മാനസികാവസ്ഥയിലാണ് അദ്ദേഹം ഇവിടെ എത്തിയത്. എന്തായാലും അദ്ദേഹത്തിന് തുടർന്നുള്ള ജീവിതം മുന്നോട്ട് നയിക്കാൻ, ക്ഷമയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് നയിക്കാനുള്ള ഒരു ഊർജ്ജം കിട്ടട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും അത്രത്തോളം കടുത്ത ദുരിതം, ഒരുപക്ഷെ സമാനതകളില്ലാത്ത ദുരിതത്തിലൂടെയാണ് അദ്ദേഹം ഈ സമയങ്ങളിലെല്ലാം കടന്നു പോകുന്നത്. ഒറ്റയ്ക്കാണ് അദ്ദേഹം. എന്തായാലും എല്ലാവർക്കും ചേർന്ന് അദ്ദേഹത്തോടൊപ്പം നിൽക്കാം എന്നുള്ളത് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. എന്തായാലും നമുക്ക് മൊഴിയുടെ മറ്റ് വിശദാംശങ്ങളിലേക്ക് വന്നാൽ, ഇന്നലെയാണ് പാങ്ങോട് പോലീസ് പ്രതിയുടെ അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഈ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ മൊഴിയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. കാരണം ആദ്യം അമ്മയെയാണ് വീട്ടിൽ വെച്ച് ആക്രമിക്കുന്നത്. അമ്മയെ ആക്രമിച്ച് അമ്മ കൊല്ലപ്പെട്ടു എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് അഫാൻ അടുത്ത് പിതാവിൻ്റെ ഉമ്മയെ കൊലപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. സൽമാ ബീവിയെ അവിടെ എത്തി തലക്കടിച്ച് കൊലപ്പെടുത്തി. അതിന് കാരണമായി പറയുന്നത് സൽമാ ബീവി ഈ കുടുംബത്തിൻ്റെ കടത്തിനെല്ലാം കാരണം തൻ്റെ ഉമ്മ, അതായത് ഷെമി ആണെന്ന് നിരന്തരമായി കുറ്റപ്പെടുത്തിയിരുന്നു. ഈ കുറ്റപ്പെടുത്തൽ കാരണമാണ് കൊലപ്പെടുത്താൻ ആദ്യം സൽമാ ബീവിയെ രണ്ടാമതായി കൊലപ്പെടുത്താൻ അവിടെ എത്തുന്നത് എന്നാണ് ഈ നൽകിയിരിക്കുന്ന മൊഴി. അതിനുശേഷമാണ് പിതാവിൻ്റെ സഹോദരൻ ലത്തീഫിനെയും ലത്തീഫിൻ്റെ ഭാര്യയെയും കൊല ചെയ്യാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് പോകുന്നത്. അവിടെ എത്തുമ്പോൾ ലത്തീഫിൻ്റെ ഭാര്യയെ കൊല ചെയ്യണമെന്നുള്ള തീരുമാനം തനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ മറ്റ് കൊലപാതകങ്ങൾ കൂടി നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ലത്തീഫിനെ കൊന്ന് അവിടെ ഭാര്യയെ വെറുതെ വിട്ടു പോയി കഴിഞ്ഞാൽ ഈ കൊലപാതക വിവരമെല്ലാം പുറത്തറിയും. അതോടുകൂടി തൻ്റെ ലക്ഷ്യങ്ങൾ, അതായത് മറ്റ് കൊലപാതകങ്ങൾ നടത്താനുള്ള ലക്ഷ്യങ്ങൾ അത് പൂർത്തീകരിക്കില്ല എന്നാണ് ഈ പ്രതിയുടെ അതിക്രൂരമായ മനസ്സുകൊണ്ടുള്ള മറുപടി പോലീസിന് നൽകിയിരിക്കുന്നത്. അതിനുശേഷമാണ് വീട്ടിലേക്ക് എത്തുന്നത്. വീട്ടിലേക്കെത്തി അതിനുശേഷം സർഫാനെ വീട്ടിലേക്ക് എത്തുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം, അതായത് പ്രധാനമായി പറഞ്ഞത് ഈ കൊലപാതകങ്ങളെക്കുറിച്ചാണ്. ഈ ഫർസാന വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് ഫർസാനയെ ഇരുത്തി ഈ കഥകളും കുടുംബത്തിൻ്റെ കടബാധ്യത തീർക്കാൻ താൻ നടത്തിയ കൊലപാതകങ്ങൾ, അത് ഉമ്മ ഉൾപ്പെടെയാണ് ആക്രമിക്കപ്പെട്ടത്. എന്നാൽ 3 കൊലപാതകങ്ങൾ, ഒരു ആക്രമണം എന്ന രീതിയിലല്ല, 4 പേരെയും കൊന്നു എന്നുള്ള നിലയിൽ തന്നെയാണ് ഈ വിവരങ്ങളെല്ലാം വിവരിക്കുന്നത്. അതിനുശേഷം പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇനി നമ്മൾ എങ്ങനെ ജീവിക്കും എന്നുള്ള ചോദ്യം ആ പെൺകുട്ടി ചോദിക്കുമ്പോഴാണ് പിറകിൽ നിന്ന് ഈ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് ഫർസാനയും കൊലപ്പെടുത്തുന്നത്. ഈ ഫർസാനയെയും അനിയനെയും കൊലപ്പെടുത്താനുള്ള മനോധൈര്യത്തിന് വേണ്ടിയാണ് താൻ മദ്യപിച്ചത് എന്നാണ് ഈ മൊഴി, ഇയാൾ നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും വളരെ ക്രൂരമായി ആസൂത്രണം ചെയ്ത കൊലപാതകങ്ങൾ തന്നെയാണ് ഇത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ മൊഴികൾ. അഷ്മി, ഉമേഷ് ബാലകൃഷ്ണ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. സത്യം പറഞ്ഞാൽ ഓർക്കാൻ പോലും വയ്യ. എന്ന് പറഞ്ഞാൽ അഫാനെ വിശ്വസിച്ച് അവൻ്റെ പെൺസുഹൃത്തോ പങ്കാളിയോ അല്ലെങ്കിൽ ഭാവിയിൽ ഭാര്യയോ ഒക്കെ ആവാൻ തയ്യാറായ ഒന്നൊരു പെൺകുട്ടിയെ, ഒരു പാവം പെൺകുട്ടി, ജീവിതം ജസ്റ്റ് തുടങ്ങിയിട്ടുള്ള ഒരു പെൺകുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു. താൻ ചെയ്ത കൂട്ടക്കൊലയെപ്പറ്റി അതിനോട് പറയുന്നു. അതിനെപ്പറ്റി ആശങ്കപ്പെട്ട ആ കുട്ടിയെ നിഷ്കരുണം ചുറ്റിയേക്ക് തലക്കടിച്ചു കൊല്ലുന്നു. മാത്രമല്ല അതിക്രൂരമായ കൊലപാതകമാണ് കേട്ടോ. അപ്പോൾ എത്രമാത്രം കുറ്റകൃത്യം, എത്രമാത്രം ക്രൂരത ഉള്ളിലുള്ള ആളാണ് അഫാൻ എന്ന കാര്യം ഓരോരോ സംഭവങ്ങൾ കൂടി വ്യക്തമാകുന്നുണ്ട്.